മീന മാം ഒരു ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൃശ്യം കുടുംബത്തിന് അത് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളിനി അത് വൈകണ്ടെന്ന് വെച്ചു. നാളെ രാവിലെ 9 മണി മുതൽ എല്ലാ ലോകമെമ്പാടും ഈ പടത്തിൻ്റെ റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അനുവാദം നമ്മളുടെ ആശീർവാദ് സിനിമാസിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ്. പെൻ അത് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പെൻ്റെ അടുത്ത് പോയി ഇപ്പം സംസാരിച്ചു, ഒരു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തും അവരെല്ലാം അത് ചെയ്തോളും. വലിയ സന്തോഷം. ഇത്രയും നേരത്തെ ആ റിസർവേഷൻ തുടങ്ങാൻ പറ്റിയതും വലിയ സന്തോഷമായി പറയും. പ്രസ് മീറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ചോദ്യം ചോദിക്കാനുള്ളവർ മുന്നിലേക്ക് വന്നാൽ നന്നായിരുന്നു. ഒന്ന് കൈ ഉയർത്തുവോ മുമ്പിലേക്ക് വരുവോ ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് തരാൻ സൗകര്യം ഉണ്ടായിരുന്നു. ചോദ്യം ലാലേട്ട നമസ്കാരം. എന്നോടാണോ? അതെ അതെ. ലാലേട്ട, കഴിഞ്ഞ ദിവസം മമ്മൂക്ക കൊടുത്ത ഒരു അഭിമുഖത്തിൽ മമ്മൂക്കയോട് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഒരു ജോലി സ്ഥിരമായിട്ട് ചെയ്യുമ്പം മടുക്കാറില്ല എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാൻ ഒരേ ജോലിയല്ല ചെയ്യുന്നത്, ഓരോ ദിവസം ഓരോ കഥാപാത്രമാണ്, ഓരോ സ്ഥലങ്ങളാണ്, ഓരോ അച്ഛനും അമ്മയാണ്, ഓരോ ജോലിയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് കിട്ടുന്നൊരു ഭാഗ്യം കൂടിയാണ്. പക്ഷേ ദൃശ്യത്തിൽ താങ്കളുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പം ഈ 13 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അതേ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അതേ പെയിൻ, അതേ ട്രോമ, അതേ ടെൻഷൻ, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് കഥാപാത്രത്തിലേക്ക് കയറുന്നത്? അല്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ 13 വർഷം അത്രയും സമയമുണ്ട് അല്ലേ? ഒരു സിനിമ കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞായിരുന്നു അടുത്ത സിനിമ. അത് സംഭവിക്കുകയാണ്, നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞാണ് അടുത്ത സിനിമ. അപ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ആദ്യം ഈ ദൃശ്യം, ഇപ്പം ജിത്തു പറഞ്ഞതുപോലെ ദൃശ്യം 1 പോലല്ല ദൃശ്യം 2, ദൃശ്യം 2 പോലല്ല ദൃശ്യം 3. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന്, ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇയാൾക്കും ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ കുറച്ചുകൂടി ഫിലോസഫിക്കലാകുന്നു, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. അതൊരു മടുപ്പായിട്ടൊരിക്കലും തോന്നാൻ കാര്യമില്ല. കാര്യം ജോർജ് കുട്ടിക്ക് മടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ നടക്കില്ല, ഈ കഥ നടക്കില്ല, ഈ കുടുംബം നടക്കില്ല. അതുകൊണ്ട് ഒരിക്കലും, പിന്നെ നമുക്കങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനോട് ഒരു മടുപ്പ് തോന്നിയാൽ, അങ്ങനെ തോന്നാതിരിക്കട്ടെ, അങ്ങനെ തോന്നിയാൽ അത് നിർത്തുകയാണ് വേണ്ടത്. കാര്യം ആ മടുപ്പ് മറ്റുള്ളവരിലേക്കും എല്ലാം പടരും. ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. പലർക്കും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോൾ അവരത് പ്രകടമായി കാണിക്കും. പക്ഷേ ഒരു പെർഫോമർക്ക് അതൊരിക്കലും സാധിക്കില്ല. ഞാൻ എൻ്റെ സിനിമകൾ 48 വർഷമായിട്ട് ഞാൻ സിനിമയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏത് സിനിമയായാലും ഞാൻ ഏറ്റവും പുതിയ ഒരു സിനിമ ചെയ്യുമ്പോഴും ആദ്യത്തെ സിനിമ പോലെയുള്ളൊരു ഭയം എനിക്കുണ്ട്. ഇത് കള്ളത്തരമല്ല പറയുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കാര്യം ആ ഒരു ഫയർ, ആ ഒരു ഡിസയർ, ആ ഒരു ആത്മാർത്ഥത എല്ലാം വെച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് പല ആക്ടേഴ്സിനും അങ്ങനെ നമ്മുടെ വിദേശത്ത് പല ആക്ടേഴ്സും സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഇതിൻ്റെ ഒരു ഹൈറ്റിൽ പോയിട്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു തരം ഡിപ്രഷനിലേക്ക് പോകുന്ന ആക്ടേഴ്സുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പം സന്തോഷമായിട്ട് പോവുകയാണ്. ഇങ്ങനെ തന്നെ അടിച്ചടിച്ച് പൊക്കോട്ടെ. ഞാൻ മൈക്ക് തരാം. ജോർജ് കുട്ടി ഒരുപാട് ടെൻഷനും ഒരുപാട് സ്ട്രെസ്സൊക്കെ, ജോർജ് കുട്ടിക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് 13 വർഷം കഴിഞ്ഞു. അപ്പം ജോർജ് കുട്ടി എന്താണ് ഇപ്പോൾ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത്? മോനെ, ചിലർക്ക് ടെൻഷനും സ്ട്രെസ്സും വന്ന് അങ്ങനെ ആവും. അസത്യം, തമാശ പറഞ്ഞല്ല. അപ്പോൾ ജോർജ് കുട്ടി എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് 4ഉം 5ഉം ഒക്കെ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ ജോർജ് കുട്ടി നല്ല മിടുക്കനായിരിക്കണ്ടേ? മിടുക്കനായിരിക്കുന്നതേ ഉള്ളൂ. ജോർജ് കുട്ടിയല്ല, അത് മോഹൻലാലാണ് ഇരിക്കുന്നത്. ലാലേട്ടാ,
ലാലേട്ടാ, അത് ഈ ദൃശ്യം എന്ന് പറയുന്ന ഈ ഒരു 3 പടങ്ങൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം ഈ 2 പടങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും ഒരു പ്രധാന പരാതി വന്നത്, അല്ലെങ്കിൽ വിമർശകരൊക്കെ പറയുന്നത്, ഇത് ഒരു ക്രിമിനൽസുകൾ, ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർക്ക് ഇതൊരു ഗൈഡാണ് എന്നുള്ള രീതിയിലൊരു അഭിപ്രായം വന്നിരുന്നു. അപ്പം ഈ ഒരു തോട്ടിനോട് ഇപ്പം ലാലേട്ടന് എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യത്തോട് അങ്ങേക്ക് എന്താണ് ഉത്തരം പറയുക? അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് അത് ആ രീതിയിൽ ചിന്തിക്കാം. അതെ, അതാണ് കാര്യം. ജോർജ് കുട്ടി ഒരു ക്രിമിനലായിട്ട് ഞാൻ ഇതുവരെ ഒരിക്കലും അങ്ങനെ. പിന്നെ ഇതൊരു സിനിമയാണ്, ഒരു മേക്ക് ബിലീഫാണ്. അങ്ങനെ സാധിച്ചു എന്നുള്ള, ഞാൻ 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പിടിക്കപ്പെടാം. അങ്ങനെ പോലീസിനെ കബളിപ്പിച്ചൊന്നും നടക്കില്ല. ഇപ്പോൾ സ്ഫടികം എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാർ മുണ്ട് ഊരി പോലീസുകാരെ തലയിലിട്ട് ഇടിച്ച് സൂപ്പ് കഴിക്കുക അവന്മാരെയൊക്കെ. അപ്പം അങ്ങനെ ഒരു സിനിമ കൊണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ അയാൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല. അയാളുടെ കുടുംബത്തെ സേവ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിച്ചു. വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി ഒന്നും പ്ലാൻ ചെയ്തതല്ല. അയാൾ ചെയ്തത് ഭാഗ്യവശാൽ ശരിയായി മാറി എന്നുള്ളതാണ്. അയാൾ പിടിക്കപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. അയാൾ ചാൻസസ് എടുക്കുകയാണ്, പോസിബിലിറ്റി. അതിൽ അയാൾ സക്സസ്ഫുള്ളായി. അല്ലാതെ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന്, ഇപ്പോൾ ഈ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പേ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ സാധാരണ പല വീടുകളിലും ഒരു മർഡർ വല്ലതും നടന്നാൽ ആദ്യം പോയി നോക്കുന്ന സെപ്റ്റിക് ടാങ്കിലാണ്. അവിടെ തന്നെ അവർ കുഴിച്ചിടും. ഇപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല. അപ്പോൾ ഈ ദൃശ്യം സിനിമ കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അത്തരത്തിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും ആൾക്കാരെ. അപ്പോൾ അതിലുള്ള മറ്റ് ബന്ധങ്ങളെയും കൂടെ നിങ്ങൾ കാണണം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അയാൾ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതറ്റം വരെയും ഞാൻ പോകും. അങ്ങനെ ഒരു ആൾ പറഞ്ഞിട്ട് ഒരു മേക്ക് ബിലീഫാണ്. ഇതൊരു കഥയാണ്. അത് നടന്ന സംഭവം. അല്ലെങ്കിൽ ഇതുപോലെ ദൃശ്യം പോയിട്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ പോലീസ് പിറ്റേ ദിവസം പൊക്കിക്കൊണ്ടു പോകും. അതുകൊണ്ട് ആരും അതിന് ശ്രമിക്കണ്ട. താങ്ക് യു. ഹലോ സർ, എൻ്റെ പേര് സ്മിത, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. ഈ ടീസർ കണ്ടപ്പം, ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ചെയിൻ ഈസ് ആസ് സ്ട്രോങ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക് എന്നാണ്. അതിനോട് ഇൻ അഡീഷൻ ടു ദ ഐ വുഡ് ലവ് ടു ആസ്ക് ഡയറക്ടർ ജീത്തു ജോസഫ് സർ, ഇതിനകത്തെ ക്യാരക്ടർ എസ്തർ, എസ്തറിൻ്റെ അനു റാദർ ദാൻ എസ്തർ, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഷീ ഹാസ് നോ ചൈൽഡ്ഹുഡ്. ഫ്രം എ വെരി യങ് ഏജ് ഈ ഒരു ഷീ ഹാസ് ബീൻ ആൻ അഡൾട്ടിഫൈഡ് ചൈൽഡ്. അതിനെ എത്രത്തോളം ഇതിൽ കവർ ചെയ്യുന്നുണ്ട്? Actually, she is also a victim of that night. അപ്പോൾ അനുവിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ആക്ച്വലി അനു സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഷീ ഈസ് നോട്ട് ഷോയിങ് ഇറ്റ് ഔട്ട്സൈഡ് ആക്ച്വലി. കാരണം അതിൻ്റെ പ്രോബ്ലം ആരെങ്കിലും ഈ ഫാമിലിയിൽ അതർ ദാൻ അഞ്ജു ആരെങ്കിലും അത് ആ ഒരു ഫിയറും ഇതും ഒത്തിരി കാണിച്ചാൽ അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് അഞ്ജുവിനെ ആയിരിക്കും. സോ ഷീ ഈസ് ട്രൈങ് ടു പ്രൊട്ടക്റ്റ്. അപ്പോൾ ഒരു പ്രായത്തേക്കാൾ കഴിഞ്ഞ ഒരു മച്യൂരിറ്റി അനുവിനുണ്ട്. പക്ഷേ ഔട്ടർ സൈഡിൽ ആ മച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു ടിപ്പിക്കൽ ടാൻഡ്രംസ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിൻ്റെ ഒത്തിരി നമ്മളതിൻ്റെ ഡെപ്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ദെയർ. വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന, സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ഹിയർ ആൻഡ് ദെയർ യു വിൽ ഫൈൻഡ് ഇറ്റ്. അതിൻ്റെ ഗ്ലിംസസ് നിങ്ങൾക്ക് കിട്ടും. ആശ മാം ഹിയർ. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ആരുടെ പക്ഷത്തും നിൽക്കണം എന്നൊരു പ്രേക്ഷകന് ഇപ്പോഴൊരു ഡൗട്ടുണ്ട്. ഇതിൽ ആരാണ് മോശം, ആരാണ് നല്ലതെന്നു രണ്ടുപേർക്കും എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ന്യായം രണ്ടുപേരുടെ ഭാഗത്തുണ്ട്. മകനെ തേടുന്ന ഒരമ്മ, കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം ആളുകൾ പറയാറുണ്ട്, ശരിക്കും ഗീതാപ്രകാരം നീതി കിട്ടിയിട്ടില്ല, 1-ലും നീതി കിട്ടിയില്ല, 2-ലും നീതി കിട്ടിയില്ല, 3-ലെങ്കിലും നീതി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട്. ശരിക്കും ഇവിടെ നിൽക്കണമെന്ന് അത് ഒരു സിനിമയെ സംബന്ധിച്ചൊരു അങ്ങനെ പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ്സല്ല. ദൃശ്യം 3-ൽ എങ്ങനെയാണ്, നീതി കിട്ടുമോ? ഉത്തരം May 21 കറക്റ്റായിട്ട് നിങ്ങൾക്കെല്ലാം കിട്ടുക. പക്ഷേ ഗീതാപ്രഭാകറിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ, നീതിയുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും സംശയം തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും സ്വന്തം മക്കൾ, അവരവരുടെ മക്കൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്.
എന്തെങ്കിലും തെറ്റ് ചെയ്താലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വഴിയിൽ പോകണമെന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കും. പ്രത്യേകിച്ച് അവരൊരു പോലീസ് ഓഫീസറും കൂടി ആയിരുന്നു. സോ നോക്കാം, ദൃശ്യം 1-ൽ 2-ൽ ഇനി 3-ൽ എന്തായിരിക്കും ഗീതാ പ്രഭാകറിൻ്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം May 21 വരെ. താങ്ക് യു. സിദ്ദിഖിക്ക ഇവിടെ ഇപ്പം ദൃശ്യം 1ഉം 2ഉം കാണുമ്പം ഇപ്പം 2 ഫാമിലിയുടെ കഥയാണെന്ന് പറഞ്ഞു. ഇപ്പം ചേട്ടൻ്റെ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഗീതാ പ്രഭാകരൻ്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഓക്കെ ഇവരുടെ മകൻ വരുണ് ചാപണ്ടവനായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയേക്കാം. പക്ഷേ സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ കാണുമ്പം നമുക്കൊരിക്കലും ഇദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ലാലേട്ടൻ നേരത്തെ പറഞ്ഞു ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിനെ ഈ സങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇക്കയ്ക്ക് ഇപ്പോൾ 3 ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയും അടുത്ത ഭാഗം ഉണ്ടാവുമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിലും ഇങ്ങനെ തന്നെ സങ്കടപ്പെടാനായിരിക്കുമോ ചാൻസ്? എന്താണ് തോന്നുന്നത്? ആശ മാമിന് മൈക്ക് വേണം അതിനു മുമ്പേ. ഏതായാലും ഇപ്പോൾ ഈ ചോദ്യം ജിത്തു കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൃശ്യം 4-ൽ ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 4ൻ്റെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ. തീരുമാനിക്കാനൊക്കെ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ചിന്തകൾ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ദൃശ്യം 4 ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളൊക്കെ എന്തായാലും ഇത് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ഈ ഒരു ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഇത്രയും വലിയ ഭാഗ്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക്. ഈ സിനിമയുടെ കൂടെ ഇത്രയും സഞ്ചരിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത്. ചോദ്യത്തിലേക്ക് വരാം. ഇത് പല കുടുംബത്തിലും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ അച്ഛൻ്റെ സ്വഭാവം വളരെ നന്നായിരിക്കും, അമ്മയുടെ സ്വഭാവം ചിലപ്പോൾ ആളുകൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുണ്ടാവും, തിരിച്ചുണ്ടാവും. വളരെ നല്ല സ്വഭാവമുള്ള അമ്മയും ആകെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അച്ഛനും ഉണ്ടാവും. ഇവർക്ക് ഉണ്ടാവുന്ന മക്കളുണ്ടാവും, ആ മക്കൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ടാവും. എപ്പോഴും ശരിക്കും നമ്മൾ അച്ഛനും അമ്മയുമായിട്ട് ഏറ്റവും തുറന്ന് സംസാരിക്കുന്ന, അച്ഛനും അമ്മയും ഏറ്റവും അധികം സ്നേഹിക്കുകയും മക്കളുടെ കൂടെ നിന്ന് അവരുടെ വളർച്ചയിൽ അവരോടൊപ്പം നിൽക്കുന്ന മക്കളാണ് ചിലപ്പോൾ എപ്പോഴും കൂടുതൽ നല്ല സ്വഭാവം കാണിക്കുന്ന മക്കൾ. അപ്പോൾ അങ്ങനെ ഒരു മകനെ വളർത്തിയെടുക്കാൻ ഈ കുടുംബത്തിൽ സാധിച്ചില്ല. അവൻ എവിടെയോ ഒരു പിഴവ് പറ്റിപ്പോയി. അതിന് കിട്ടിയ ശിക്ഷ പോലെയാണ് നമ്മൾ ദൃശ്യം 1-ൽ കാണിച്ചിട്ടുള്ളത്. അതേ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ദൃശ്യം 2-ൽ വന്നത്. ദൃശ്യം 3-ൽ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ലേ നല്ലത്. ഇപ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ചില പോർഷൻസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ദൃശ്യം 3 21-ാം തീയതി വരാൻ വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം പ്രഭാകരന് നീതി കിട്ടുമോ, ഗീതാ പ്രഭാകരന് നീതി കിട്ടുമോ, അതോ ഇപ്പോഴും ജോർജ് കുട്ടിക്ക് തന്നെയാണോ നീതി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് 21-ാം തീയതി തീരുമാനിക്കാം. ജിത്തു സാറേ, ഈ മലയാളം ദൃശ്യവും ഇപ്പോൾ മലയാളം ദൃശ്യം 3 അതുകൊണ്ട് ഹിന്ദിയും ഉണ്ട്. ഈ മലയാളവും ഹിന്ദിയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ സിനിമയിൽ സബ്ജക്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഭാഷയിൽ തന്നെ വ്യത്യാസമുണ്ട്. അതെനിക്ക് ഉറപ്പ് തന്നെ, അതുറപ്പ് തന്നെ. സെയിം. നമ്മൾ ദൃശ്യം ഫസ്റ്റ് ചെയ്തപ്പോഴും സെക്കൻഡ് ചെയ്തപ്പോഴും ഹിന്ദിയിൽ ആക്ച്വലി നമ്മുടെ ഇവിടെ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് അവർക്ക് അവിടെ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്, ഓഡിയൻ ടേസ്റ്റ് ഈസ് ഡിഫറെൻറ്റ്. സോ ദേ ഹാവ് ടു മേക്ക് സം ചേഞ്ചസ്. അതെപ്പോഴും ഉണ്ട്. 3 വന്നപ്പം ദേ റെഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ദേ ആസ്ക് ഫോർ സം ചേഞ്ചസ് ബിക്കോസ് അവരുടെ ഒരു ടേസ്റ്റും ഇതുമൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മുടെ ഓഡിയൻസ് എടുക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഓഡിയൻസിന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റേതായ ചേഞ്ചസ് അവർ ദൃശ്യം 3-ൽ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഫ്രീഡമാണ്. എല്ലാവരും സിനിമ എടുക്കുന്നത് സക്സസ്ഫുൾ ആകാനല്ലേ. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അവരെങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. ആൻഡ് ദേ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തു, ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അങ്ങനെ വി ഹാഡ് എ വെരി എല്ലാ റീമേക്കുകളിലും അവർ ചേഞ്ചസ് വരുത്തും. അത് എപ്പോഴും ഒരു കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടല്ലോ, അതുണ്ട്. ലാലേട്ട, ജീവിതത്തിൽ ഇരുട്ടിനെ പേടിയാണോ? ഇതിൽ കുറേ പേടി കാണുന്നു, ഭയം കാണുന്നു. ലാലേട്ടന് ജീവിതത്തിൽ ഇരുട്ടിനോട് ഭയമുണ്ടോ? ഈ സിനിമയിൽ നമുക്ക് ഭയപ്പാട് കാണുന്നു, എന്നാൽ എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുന്നു. എന്നിട്ട് പള്ളിയിൽ കൂടുതൽ സമയം പള്ളിയിൽ പ്രാർത്ഥനയിൽ പോകുന്നു. ജീവിതത്തിൽ ഇരുട്ട് ഭയപ്പെടുന്നുണ്ടോ? ജീവിതം ഇതുമായിട്ട് എന്താ കാര്യം? അല്ല, ജീവിതത്തിൽ ഇരുട്ടിനെ ഭയപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഇരുട്ടിനെ എല്ലാവർക്കും പേടിയല്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? അല്ലല്ല, അങ്ങനെയാണ്. പക്ഷെ ഇരുട്ടിനെ അല്ല. ഇരുട്ടെന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. ഇരുട്ടിൽ നിന്നാണ് വെളിച്ചം ഉണ്ടാകുന്നല്ലേ. ജോർജ് കുട്ടിക്ക് എല്ലാത്തിനെയും പേടിയാണ്. കാര്യം
ഞാൻ പറഞ്ഞല്ലോ, അയാൾ നമ്മുടെ സിനിമയിൽ ഇരുട്ടല്ല, അയാൾക്ക് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അയാൾക്ക് പേടിയാണ്. ഒരു അപരിചിതനെ വീടിൻ്റെ അടുത്ത് കണ്ടാൽ അയാൾക്ക് പേടിയാണ്. അയാൾ അതുകൊണ്ട് തുറന്ന് പറയുന്നുണ്ട് എനിക്ക് ഭയമാണെന്ന്. അതെന്തിനെയാണെന്ന് അയാൾ പറയുന്നില്ല. ഇരുട്ടത്തൊക്കെ അയാൾ ഇറങ്ങി നടക്കും, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇരുട്ടിനെ മാത്രമല്ല അയാൾക്ക് പേടി, അയാൾക്ക് വെളിച്ചത്തിനെയും പേടിയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാൾ ശ്രമിക്കുന്നത്. എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് ആരെയും പേടിയില്ല, നിങ്ങളെയൊക്കെ ഉള്ളൂ പേടി. ലാലേട്ടാ, ഇവിടുന്നാണ് ഒരു ശബ്ദം. ഇവിടെ ലാലേട്ടൻ റിയൽ ലൈഫിൽ വളരെ നല്ലൊരു ഫാദർ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ജോർജ് കുട്ടിയിലേക്കും റെസണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ലാലേട്ടന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടല്ലോ. എനിക്കൊരു മകളുണ്ട് ഉള്ളതല്ലോ. അപ്പോൾ ഈ കുട്ടികളുമായിട്ട് ഞാൻ അവരുമായിട്ടൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പിള്ളേരുമായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഓരോ തമാശകൾ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം അവരെ എനിക്കും തന്നിട്ടുണ്ട്, ഞാൻ അവർക്കും കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ ഈ സിനിമയിൽ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ അത് മലയാള സിനിമയിൽ വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പോലെ തന്നെയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇത് രണ്ടിനെ കൊണ്ട് നടക്കുകയല്ലേ. ആ ചെറുതിനെ ഈ സിനിമയെ പറഞ്ഞത് ആ ചെറുതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞതല്ല, എന്നെക്കൊണ്ട് ജിത്തു പറയിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ സത്യവുമാണ്. അല്ല, സത്യമല്ല. ഓക്കെ. ആൻഡ്രൻ ചേട്ടൻ ഈ നമുക്ക് തോന്നുന്ന ആൻഡ്രൻ ചേട്ടൻ്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ നിർമ്മിച്ച സിനിമകളിൽ ലാലേട്ടനും ഇവർ രണ്ടുപേരുമാണ് ജോഡിയായിട്ട് എപ്പോഴും വരുന്നത്. അത് ഒരു ഭാഗ്യം തെളിയുന്നതാണോ അതങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ? ഈ രണ്ട് ജോഡികളാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ ജോഡികളായിട്ട് വന്നിരിക്കുന്നത്. അല്ല, എൻ്റെ സിനിമയിൽ ആദ്യം മുതലേ അങ്ങനെ അഭിനയിച്ച് വന്നു. ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സിനിമകളുടെ കൂടുതൽ അഭിനയിച്ച ആളായി. അപ്പോൾ ആദ്യം മുതലേ അങ്ങനെ സെലക്ട് ചെയ്തതല്ല, അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളൊക്കെ അത്ര സ്നേഹമായി ജീവിക്കുന്നതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ 4, 5, 6 ഒക്കെ നമ്മൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഭാഗ്യം കിട്ടിയാൽ, അല്ലെങ്കിലും ഇതുപോലെ പറ്റുന്ന സിനിമകളിൽ തീർച്ചയായിട്ടും അഭിനയിക്കും. മീന മാമും ലാൽസാറിൻ്റെ കൂട്ടത്തിൽ ആശീർവാദിൻ്റെ പടത്തിൽ അഭിനയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ചിത്രങ്ങളുണ്ടാവും. അത് കാരണം അതിന് കാരണം കൂടുതൽ സൗഹൃദങ്ങളാണ്. അപ്പോൾ അതും ഒരു പ്രധാന കാരണമാണ്. ആന്റണി ചേട്ടാ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു, അതായത് ബുക്ക് മൈ ഷോ തുടങ്ങി 1 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയത് എമ്പുരാനായിരുന്നു. നാളെ 9 മണി തൊട്ട് 10 മണി ആകുമ്പോഴേക്കും ദൃശ്യം 3 അടിക്കുമോ? അല്ല, ഈ ഓരോ ചിത്രത്തിന് ഓരോ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് സിനിമ വിതരണം ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവും. എമ്പുരാൻ ചെയ്ത സമയത്ത് അതുപോലെ 1 മണിക്കൂറിൽ സംഭവിക്കണമെന്ന് വിചാരിച്ചായിരുന്നു അതിനെ അങ്ങനെ വച്ച് ഒരു സമയത്ത് പുറത്ത് പറഞ്ഞ് ഒറ്റയടിക്ക് ഒരു സംഭവം ഉണ്ടാക്കി, ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു സംഭവം ഉണ്ടായത്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ നമ്മൾ 10 or 11 ദിവസം മുൻപാണ് ഇതിൻ്റെ റിലീസിന്, 11 ദിവസം മുൻപാണ് ഇത് ബുക്ക് മൈ ഷോയിൽ ഇത് അല്ലെങ്കിൽ ഇത് ഓൺലൈൻ ഇത് ആൾക്കാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം നമ്മൾ വിചാരിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ വേണ്ടി അല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ ഷോസും ഫുള്ളായി, എല്ലാ ഷോസും ഫുള്ളായി കഴിഞ്ഞ് അടുത്ത ദിവസവും നേരത്തെ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചിന്തിച്ചിട്ട് ഇതിക്ക് മുൻകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞങ്ങളൊരു പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പം തന്നെ ശരിക്കും നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നത് 3 കോടി രൂപയുടെ ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെയുള്ള റെക്കോർഡ്സുകളെല്ലാം നമുക്ക് ചേർന്ന് നിന്ന് ഉണ്ടാക്കാം, ആശീർവാദത്തിലൂടെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ജിത്ത് സാർ, നോർമലി ഒരു ചിത്രം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾ പ്രേക്ഷകൻ സ്വീകരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പം ദൃശ്യം ഫ്രാഞ്ചൈസി നോക്കുമ്പോൾ തന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രേക്ഷകൻ്റെ ഉള്ളിൽ ഒരു ഇമോഷൻസ് ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രോസസ്സല്ല. എത്രത്തോളം ടഫാണ് ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ അല്ല പ്രേക്ഷകനിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇത് പ്രേക്ഷകനെ കൺഫ്യൂസ് ചെയ്യുക? ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് ആരുടെ പക്ഷത്താണ് നിൽക്കുക എന്ന് പറയുന്നത് അത് പ്രേക്ഷകനെ കൺഫ്യൂസ് ചെയ്യുന്ന ചെറിയൊരു പ്രോസസ്സല്ല. ആസ് എ മേക്കർ എത്രത്തോളം ടഫാണ് ഓരോ ഫ്രാഞ്ചൈസി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ? നല്ല ടഫാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഇതേ ഒരു മൈൻഡ് സെറ്റിലൊക്കെ തന്നെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. എല്ലാ ക്യാരക്ടറും ആ സിനിമയിലെ ക്യാരക്ടറെല്ലാം
അതുപോലെ വെൽ റിസീവ്ഡ് ആകണം എന്ന് കരുതി. എപ്പോഴും അത് വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷെ ദൃശ്യത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയ്ക്കൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. ഇത് എല്ലാ വീടുകളിലും ഉള്ളൊരു സംഭവമാണ്. ഒരു അച്ഛൻ മകളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ കുടുംബത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് ഒരു തുല്യ പ്രാധാന്യത്തിൽ അപ്പുറത്തൊരു ഫാമിലിയുണ്ട്. അതും നമ്മുടെയൊക്കെ എന്താ പറയുക, റിയൽ ലൈഫുമായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാവുന്ന ക്യാരക്ടേഴ്സാണ്. ഇച്ചിരി എന്താ പറയുക, സ്പോയിൽഡ് സൺ, ആവശ്യത്തിൽ കൂടുതൽ പണവും ഫെസിലിറ്റീസും കൊടുത്ത് അങ്ങനെ പോകുന്ന, അതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നതാണ്. അപ്പം ആ റിലേറ്റബിലിറ്റി ആയിരിക്കാം. പിന്നെ അതിൻ്റെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു കഥയും അതിൻ്റെ ദൈവാനുഗ്രഹം പോലെ നല്ല അതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ക്രീൻ പ്ലേയും വന്നു. 1 വർക്കൗട്ടായി. ആ 1-ലൂടെ ഓഡിയൻസ് ഈ ഫാമിലിയെ, 2 ഫാമിലിയെയും കണക്റ്റഡായി. ഒരു ഫാമിലിയോടൊരു സ്നേഹം, മറ്റൊരു ഫാമിലിയോട് അഭിപ്രായ വ്യത്യാസം. പിന്നെ അത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റായിരുന്നു നമുക്ക് അതിൻ്റെ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കടമ്പ. അത് കടന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനെ കൊണ്ടുപോകേണ്ട ട്രാക്കിൽ ആ രീതിയിലുള്ള സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്താൽ അതങ്ങ് പൊക്കോളും. പക്ഷേ ഒത്തിരി നാൾ പോവില്ല. അതുകൊണ്ട് നമ്പർ പറഞ്ഞിങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കെട്ടുറപ്പുള്ളൊരു സ്ക്രിപ്റ്റ് റെഡി ആകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം ടഫ് തന്നെയാണ് അത്. പ്രത്യേകിച്ച് ഫസ്റ്റ് 1-ലായിരുന്നു അത് ടഫ്. ഫസ്റ്റ് 1-ൽ അത് വർക്കൗട്ടായപ്പോൾ പിന്നെ അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. മീന മാം ഇവിടെ മാം, ദൃശ്യം 2 നോക്കിക്കഴിഞ്ഞാൽ മാമിൻ്റെ ക്യാരക്ടറിൽ നിന്നാണ് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത്. കുറേ ട്വിസ്റ്റും കാര്യങ്ങളും മാമിൻ്റെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ആ ഒരു അബദ്ധത്തിൽ നിന്നാണ്. ഇപ്പം ദൃശ്യം 3-ലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്, തീർച്ചയായിട്ടും നോക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇനിയും വേണമെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ടിൽ May 21st. അത്രയേ ഉള്ളൂ, അത്രയേ പറയാൻ പറ്റും. അതല്ലാതെ വീണ്ടും ഈ ഒരു ടീമിനോടൊപ്പം അഭിനയിച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ. That is always a pleasure, coming back and ഇവരോടൊപ്പം the characters, ലാലേട്ടൻ, പിന്നെ മക്കള്, പിന്നെ എല്ലാവരും ദ ഫുൾ യൂണിറ്റ്, പിന്നെ ആ വീട് എല്ലാം ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ബാക്ക് ടു ഇറ്റ്സ് ലൈക്ക് എ റീയൂണിയൻ പോലെ. വളരെ നന്നായി. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലാണ് അത്. ഇറ്റ്സ് ഓൾവേസ് എ പ്ലെഷർ ടു ബി ആസ് റാണി ആൻഡ് മീറ്റ് ജോർജ് കുട്ടി ആൻഡ് പിള്ളേർ എല്ലാവരും. ജിത്ത് സാർ ഇവിടെ സാർ സാർ ഇവിടെ സാറേ, ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ദൃശ്യത്തിൻ്റെ ഒരു പോസ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണ് വെച്ചാൽ 1-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും പോസ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബൈ ലൈനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവം ആ ഒരു സിനിമയിലെ ഒരു കോറിനെ എടുത്ത് കാണിക്കുന്നത് 1, 2 വെച്ച് നോക്കുമ്പോൾ എടുത്ത് കാണിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 1-ൽ ദൃശ്യം ദ വിഷ്വൽസ് ക്യാൻ ബി എന്താ പറയുക, ഡിസീവിങ്. അതുപോലെ തന്നെ ദൃശ്യം 2 ദ റിഡംഷൻ. ഇത് രണ്ടും ആ ഒരു ബൈലൈനെ എന്താ പറയുക സാധൂകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യം 3-ൻ്റെ ബൈലൈനായിട്ട് പാസ്റ്റ് നെവർ സെറ്റ് സേസ് സൈലന്റ് എന്നാണ്. അപ്പോൾ അത് എങ്ങനെ, അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും സ്പോയിലർ അല്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് അധികം പറഞ്ഞാൽ പ്രശ്നമാണ്. ബേസിക്കലി നമ്മൾ ചെയ്തു വെച്ച ഒരു കാര്യം, നമ്മൾ ലൈഫ് മുന്നോട്ട് പോയി, പക്ഷെ അത് പാസ്റ്റിൽ അവിടെ കിടപ്പുണ്ട്. അത് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വരാം. ഒന്നല്ല, ചിലപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാകും. കാരണം ജോർജ് കുട്ടിയുടെ ഈ ഒരു ഇൻസിഡൻറ്റ് തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ഒരു ലൈഫിൽ അത് വലിയ കോംപ്ലിക്കേറ്റഡ്, അത് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ പാസ്റ്റ്. എന്താ അറിയണ്ടേ അല്ലേ? എന്താ പ്രശ്നം എന്നറിയണം. 3-ലെ പ്രശ്നം എന്താണെന്നറിയണം. അതാണ് ഫിയർ എന്ന് പറയുന്ന ഫാക്ടർ. അതാണ് ഇവരെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലെന്തോ തിരിച്ചു വരുവാണോ എന്താണോ എന്നുള്ള അയാളുടെ ഫിയറാണത് ഈ സിനിമ. അത് ഒന്നല്ല, പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടെന്ന് പുള്ളിക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ റിയലാണോ അല്ലയോ, അതൊക്കെയാണ് ജോർജ് കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അതാണ് ഞാൻ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത്, അറിയില്ല ആരാണെന്ന്, അല്ലെങ്കിൽ എന്താണെന്ന്, എന്താ പ്രശ്നം എന്നുള്ളത്. അതാണ് പുള്ളിനെ ഒരു ഇരുട്ടിൽ തപ്പുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. Good evening.
My question is to Team Panorama, both Kumar sir and Abhishek sir. Panorama has played a very important role in taking this Malayalam story not just to the Hindi audience but also to the global audience. We would like to know how your experience was, and we would like to know a little about your journey in taking this film. I think journey has been great. It's been more than 10 years now with Drishyam. The emotion of the film, the whole, how the experience of the film, watching with the people in theatre, the way people reacted to everything when it came, a surprise in the film, the shock elements, the twist turns, it just worked beautifully with every kind of audience, though it was Malayalam audience or a Hindi audience, then a Chinese audience when they saw there. It's gonna go to Korea now. We are making the film in Korean language, then Spanish and even English language. So I think the journey has been great, and I'm hoping it's going to be great going forward with the third part, and hoping we do something more further. And it's an honor to be part of this franchise from last 10 years. Now eventually finally presenting and globally distributing the film worldwide right now. So honored, sir. Hello. Yeah, the last question, this side. Good evening, everybody. Good evening, Mohanlal sir. Yeah, I am doctor. The next door we were having a meeting. We are all doctors accompanying. So as soon as I saw this, Mohanlal sir is here. So I just came running and asked. I just wanted to ask him, you and Abhishek sir. So when will be the Hindi version is coming? So we are waiting eagerly for this because we have seen these two version absolutely mind blowing. So we are just eagerly waiting about the third of this movie, part of this movie. So when this is going to be happen? I think Abhishek can answer this question. Okay. So, there was a very important date in Drishyam, if you remember, 2nd October. Yeah. So that's the date we have chosen for the Hindi part this year. Oh, that's great. Yeah, so it's a very important date in the film, and it's a big day for us, and even for the Hindi version, if you know the journey of the film, how the film has flown over the years with that date. Yeah. So that's the date we've chosen for the release of part 3. Okay. Thanks. We are waiting for that. Thank you. ലാലേട്ടാ, അല്ല സാധാരണ ലാലേട്ടൻ്റെ റെക്കോർഡുകളൊക്കെ ലാലേട്ടത്തിനാണ് പൊട്ടിക്കാറ്. അപ്പോൾ ഇതൊരു പുതിയ റെക്കോർഡ് തൂക്കുമോ? പിന്നെ ഇപ്പം 100, 200, 300 കോടി ക്ലബ്ബൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 500 കോടി ക്ലബിലേക്ക് എത്താൻ പറ്റുമോ? അനിയൻ്റെ നാക്ക് പൊന്നായിരിക്കട്ടെ അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു സിനിമ എടുത്തിട്ടില്ല, അത് അബദ്ധത്തിൽ പറ്റിപ്പോകുന്നതാണ്. ഇത് നല്ല സിനിമയായിരിക്കും. അതിൻ്റെ ഒരു അത് ഏറ്റവും അങ്ങനെ സംഭവിക്കട്ടെ. അതിന് എപ്പോഴും അങ്ങനെയല്ലേ, ഒരു സിനിമ എടുക്കുമ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് ഓടണം, ഇത് എത്ര ആൾക്കാർ കാണണം എന്ന് വെച്ചാണ് സിനിമ എടുക്കുന്നത്. പിന്നെ ആ സിനിമയ്ക്കൊരു ജാതകമുണ്ട്, അതനുസരിച്ച് അത് മനുഷ്യരെ പോലെ അല്ലാതെ നല്ല മിടുക്കനായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മോശമായി പോകും. അപ്പോൾ അതുപോലെ സിനിമയ്ക്കും ഒരു ജാതകമുണ്ട്, അതിൽ വിശ്വസിക്കുന്നത്. അതൊരു ഒരു ഒരു മാജിക്കാണ്, അതൊരു റെസിപ്പിയാണ്, ഒരു സീക്രട്ട് റെസിപ്പിയാണ്, ആർക്കും അറിയാത്തത്. അതുകൊണ്ട് നമ്മൾ 500 കോടി ഇല്ലെങ്കിലും ഒരു 300 കോടി അങ്ങനെയല്ല. അതുകൊണ്ട് ആ ചോദ്യം വളരെ രസകരമായിരുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. അത് പറയാൻ കാരണം എനിക്ക് പോകണം, എനിക്ക് തൊടുപുഴ പോകണം, രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്, ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് സ്പേസ്, യുവർ പേഷ്യൻസ്. താങ്ക് യു ഡോക്ടർ. I think you can go back and continue your fitness. And thank you for our patience. Thank you. Thank you very much.